ബാലമാഷ്ട കാര്യം പറഞ്ഞ പോലെ തന്നെ മറ്റൊരു വലിയൊരു ഭാഗ്യം സുദീപേട്ടന് കിട്ടിയിട്ടുള്ളത് ദേവരാജൻ മാഷ്ട പോലെ ഒരു ലെജൻഡറി ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടറിനെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക, അദ്ദേഹമായിട്ട് അടുത്ത് ഇടപഴകാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ഒരിക്കലും കിട്ടാണ്ട് പോയൊരു ഭാഗ്യമാണ് അതൊക്കെ. അപ്പോൾ തീർച്ചയായിട്ടും സുദീപേട്ടന് ആ ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. മാഷായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, ഇത്രയും മ്യൂസിക്കലി എന്താ പറയുക, ഇത്രയും അധികം ദൈവം ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ കൊടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ദേവരാജൻ മാഷ്. മാഷ് എന്നൊക്കെ പറഞ്ഞ് ഒരിക്കലും മരണമില്ല മാഷ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ. ഇപ്പം ദേവരാജ മാഷ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിൽ സ്ഥാനം എൻ്റെ പൂജാമുറിയിൽ നമ്മൾ പറയില്ലേ, നമ്മൾ ദൈവങ്ങളുടെ ചിത്രങ്ങൾ അല്ലെങ്കിൽ പിന്നെ വിഗ്രഹങ്ങൾ നമ്മൾ വെക്കുന്നതെന്ന് പറഞ്ഞ പോലെ എൻ്റെ മനസ്സിലെ ഏറ്റവും വലിയ വിഗ്രഹം ദേവരാജ മാസ്റ്ററുടെയാണ്. കാര്യം ഞാൻ ഇന്ന് വരെ ഈ കാലം വരെ ഇന്ന് ഇവിടെ ഇരിക്കുന്ന നിമിഷം വരെ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികളിൽ ഏറ്റവും മഹാനായ വ്യക്തി എന്ന് ഞാൻ വിശ്വസിക്കുന്ന മാസ്റ്റർ തന്നെയാണ്. കാരണം സംഗീതം മാത്രമല്ല, സത്യം മാത്രം പറയുന്ന, അല്ലെങ്കിൽ എന്ത് പറയുന്നത്, ഇത്രയും നിഷ്കളങ്കനായ ഒരു മനുഷ്യനായിരുന്നു അത്. ഒരുപാട് മുൻകോപം ഉണ്ടായിരുന്നു, പല കാര്യങ്ങളിലും ശുണ്ഠി പിടിക്കുമായിരുന്നു, പലരോടും ദേഷ്യപ്പെട്ടിട്ടുണ്ട്, മോശമായിട്ട് ചില അവസരങ്ങൾ പെരുമാറിയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഇല്ലാതെ അദ്ദേഹം അങ്ങനെ ചെയ്യില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴവും കുറച്ചൊക്കെ എനിക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു ശിഷ്യൻ എന്നുള്ളതിനപ്പുറം ഒരു മകനോട് തോന്നുന്നു, അല്ലെങ്കിൽ എൻ്റെ ഒരു പക്ഷേ മാസ്റ്റർ മകനും ഞാനും തമ്മിൽ അധികം പ്രായ വ്യത്യാസമില്ല, ഒരു മകനോട് കാണിക്കുന്ന സ്നേഹം, അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തോട് ഒരു ഗുരുനാഥൻ എന്നതിനേക്കാൾ അപ്പുറമായിട്ട്. കാര്യം ഇതുവരേക്കും എൻ്റെ ജീവിതത്തിൽ ഞാൻ അത്രയും സങ്കടം, മാസ്റ്റർ മരിച്ചു പോയപ്പോഴാണ് എനിക്ക് ജീവിതത്തിൽ ഞാൻ ഏറ്റവും വലിയ സങ്കടം അനുഭവിച്ചത്. അതിപ്പോഴും അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ, മദ്രാസിൽ പോകുമ്പോൾ പോകാറുണ്ട്, അമ്മയുണ്ട് അവിടെ, പോകുമ്പോഴൊക്കെ അനുഭവിക്കുന്ന ഒരു സങ്കടം എന്ന് പറയുന്നത് അത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും അടുപ്പം ഉണ്ടായിരുന്നു മാസ്റ്ററോട്, മാനസികമായിട്ടുള്ള ഒരു അടുപ്പം. ഇപ്പം എൻ്റെ അടുത്ത് ഒരു മ്യൂസീഷ്യൻ, ഒരു പാട്ടുകാരൻ എന്നുള്ളതിനേക്കാൾ അപ്പുറത്തൊരു സ്നേഹം ഉണ്ടായിരുന്നുകൊണ്ടാണ് ഒരു പക്ഷേ മാസ്റ്റർ എനിക്ക് കൂടുതൽ അവസരങ്ങൾ തന്നതും എന്നെ കൂടുതൽ പാടിച്ചതെന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ സംഗീതം എത്ര വലുതാണെന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ദാസാറൊക്കെ പറയില്ലേ എപ്പോഴും, ഈ വലിയ കടലിൻ്റെ അടുത്ത് പോയി നമ്മളിങ്ങനെ പകച്ചു നിൽക്കുന്നു എന്ന് പറഞ്ഞ പോലെ ദേവരാജ മാസ്റ്റർ സംഗീതം എന്ന് പറയുന്നത് ഏതൊരു സംഗീതം ശാഖ പോലെ. ഇപ്പം നമ്മുടെ കർണാടക സംഗീതം അല്ലെങ്കിൽ ഹിന്ദുസ്ഥാനി സംഗീതം, വെസ്റ്റേൺ മ്യൂസിക് എന്ന് പറയുന്നത് വലിയൊരു ശാഖയല്ലേ എന്ന് പറഞ്ഞാൽ, ചലച്ചിത്ര സംഗീതവും വലിയൊരു ശാഖയാണ്. അതിൽ തന്നെയും ദേവരാജ മാസ്റ്ററുടെ സംഗീതം എന്ന് പറയുന്നത് വലിയൊരു കടൽ തന്നെയാണെന്നാണ് എൻ്റെ വിശ്വാസം. തീർച്ചയായിട്ടും ഇത്രയും മാഷോട് അടുപ്പമുണ്ടായിരുന്ന ഒരു ശിഷ്യൻ എന്നുള്ള രീതിയിൽ സുദീപേട്ടൻ്റെ മനസ്സിന് ഇപ്പോൾ പാടണമെന്ന് തോന്നുന്ന ഒരു പാട്ട്, മാഷിൻ്റെ ഒരു പാട്ട്. എനിക്ക് മാസ്റ്ററുടെ പാട്ടുകളിൽ ഇഷ്ടപ്പെട്ട പാട്ട് തിരഞ്ഞെടുക്കുന്നത് ഒരുപാട് ബുദ്ധിമുട്ടാണ്. എങ്കിലും കേൾക്കുന്നവർക്ക് എല്ലാവർക്കും എപ്പോഴും ഫ്രഷായിട്ട് തോന്നുന്ന പാട്ടുകളിൽപ്പെട്ട ഒരെണ്ണം പാടാം. കാര്യം ഈ പാട്ട് പല പരിപാടികൾക്ക് പോകുമ്പോഴും ഇങ്ങോട്ട് ആവശ്യപ്പെടാറുണ്ട് പാടാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പാട്ട് പാടാമെന്ന് വിചാരിക്കും. യെസ് പ്ലീസ്. രാത്രി മഴ പെയ്തു തോർന്ന നേരം, രാത്രി മഴ പെയ്തു തോർന്ന നേരം, കുളിർക്കാറ്റിലില ചാർത്തുലഞ്ഞ നേരം, ഇറ്റിറ്റു വീഴും നീർത്തുള്ളി തൻ സംഗീതം ഹൃത്തന്തികളിൽ പടർന്ന നേരം, കാതരയായൊരു പക്ഷിയൻ ജാലക വാതിലിൻ ചാരേ ചിലച്ച നേരം, വാതിലിൻ ചാരേ ചിലച്ച നേരം, ഒരു മാത്ര വെറുതെ നനച്ചു പോയി, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ, ഒരു മാത്ര വെറുതെ നനച്ചു പോയി, ഒരു മാത്ര വെറുതെ നനച്ചു പോയി.
ഒരു മാത്ര വെറുതെ നനച്ചു പോയി, ഒരു മാത്ര വെറുതെ നനച്ചു പോയി. ബ്യൂട്ടിഫുൾ 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 ബ്യൂട്ടിഫുൾ. ശരിക്കും മലയാളിയായി ജനിച്ചതിൽ ശരിക്കും അഭിമാനിക്കുന്നു ഞാനിപ്പോൾ.